ഇന്ത്യയിലെ ഏറ്റവും മനോഹരങ്ങളായ നഗരങ്ങളിലൊന്നായ മുംബൈ നഗരത്തിന്റെ രാത്രി സൗന്ദര്യമാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം വൈകുന്നേരം 6:30 കൂടിയാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. മുംബൈ എയർപോർട്ടിനടുത്തുള്ള റൂമായിരുന്നു എടുത്തിരുന്നത്. അവിടെ നിന്നും നേരെ നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങൾ ഹോട്ടൽ താജും പിന്നെ അതിനടുത്തുള്ള ഇന്ത്യ ഗേറ്റുമായിരുന്നു പ്രധാനമായിട്ടും കാണാൻ ഉദ്ദേശിച്ചത്. അപ്പം പോകുന്ന വഴിക്ക് നഗര കാഴ്ചകളും നഗര സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കണ്ടുപോകാമെന്ന് വിചാരിച്ചു. മുംബൈയിലെ അതിപ്രശസ്തമായ ബാന്ദ്ര വർലി സീലിംഗ് ബ്രിഡ്ജിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5.6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് പൂർണ്ണമായിട്ടും കേബിളുകളിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ബ്രിഡ്ജാണ്. നഗരത്തിന്റെ പൂർണ്ണമായ സൗന്ദര്യം കാണണമെങ്കിൽ രാത്രി തന്നെ വരും. രാത്രി ഒരു വണ്ടിയിൽ ഈ റോഡിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ തിളങ്ങുന്ന ഈ കാഴ്ചകൾ കാണുമ്പോഴാണ് നഗരത്തിന്റെ യഥാർത്ഥമായ പകുതി നമുക്ക് മുന്നിൽ വെളിപ്പെട്ട് വരുന്നത്. പകലൊക്കെ നോക്കുമ്പോൾ ഇത് വെറും കുറെ കോൺക്രീറ്റ് സ്ട്രക്ചറിലായിട്ട് മാത്രമേ ഫീൽ ചെയ്തു. രാത്രിയാകുമ്പോഴാണ് അതിന്റെ ശരിക്കും ഒരു ബ്യൂട്ടി നമുക്ക് ഫീൽ ആവുന്നത്. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays. Way back a year ago. Back a year ago. ഈ ടണലിൽ കൂടി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിക്കാറുണ്ട്. ഈ ടണലിന്റെ അവസാനം എത്തുന്നതോടുകൂടി നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഹോട്ടൽ താജും ഇന്ത്യ ഗേറ്റും എത്തിയെന്ന് പറയാം. ടണൽ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി മാത്രമേ അവിടത്തേക്കുള്ളൂ. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ടണലാണ്. വളരെ വേഗതയിൽ തന്നെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ താജിൽ എത്തിയിരിക്കുകയാണ്. മുംബൈയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയാവുന്ന തന്നെ ഹോട്ടലാണ് താജ്. ഇതിൽ ആദ്യം കാണുന്ന ബിൽഡിംഗ് താജും രണ്ടാമത്തെ താജ് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ബിൽഡിങ്ങിൽ വെച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. താജ് ഹോട്ടൽസ് ഇപ്പം പൂർണ്ണമായിട്ടും ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. മുംബൈയുടെ ഒരു ഐഡന്റിറ്റി എന്ന് തന്നെ പറയാവുന്ന ഒരു ഹോട്ടലാണ് താജ് ഹോട്ടൽ. വളരെ ഭയങ്കര ലക്ഷറീസും സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹോട്ടലാണ്. അതുകൂടാതെ വളരെ പ്രശസ്തമായ വിദേശ രാഷ്ട്ര തലവന്മാരൊക്കെ വിടുമ്പോൾ അവരൊക്കെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിലാണ്. ലോകപ്രസിദ്ധനായ സിനിമാ സംവിധായകനായ ക്രിസ്റ്റഫർ നോളന്റെ ടെനന്റ് എന്ന സിനിമയുടെ ഏതാനും ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ താജ് ഹോട്ടലിന്റെ ഉൾത്തളങ്ങളിൽ വെച്ചിട്ടാണ്.
അങ്ങനെ ധാരാളം ചരിത്രവും പാരമ്പര്യവും ഒക്കെ പേർന്ന ഈ ഒരു താജ് ഹോട്ടലിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് രാത്രിയിലാണ് വിഷ്വലൈസ് ആവുന്നത്. ലൈറ്റിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു ബ്യൂട്ടിയാണ് താജ് ഹോട്ടലിന്റെ രാത്രിയിൽ. താജിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ഗേറ്റിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. ഞങ്ങൾ പതുക്കെ ഇന്ത്യ ഗേറ്റിലേക്ക് നടന്നു തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യ ഗേറ്റ് ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ്. ധാരാളം ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിൽ വരികയും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാമായിരുന്നു. 1924 ഇന്ത്യ ഗേറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പിന്നീട് ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ഇപ്പോൾ ധാരാളം സന്ദർശകരെ ആകർഷിച്ചുകൊണ്ട് മലയോരത്തിൽ തന്നെ ആ കടൽ തീരത്തിന് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഹോട്ടൽ താജിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോങ് വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ സ്വാമി വിവേകാനന്ദ അതിമനോഹരമായിട്ട് ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം ദൂരേക്ക് നോക്കി നിൽക്കുന്ന ആ പ്രതിമ ആരെയും ആകർഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. വിശ്വവിജയായ സ്വാമി വിവേകാനന്ദ പ്രതിമ കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ നിൽക്കാനൊക്കെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് ഭക്ഷണം കഴിക്കാനായി നീങ്ങിയത്. കുറച്ചു നേരം അവിടെ ഒക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോൾ ഞങ്ങൾ ബാഗ്ദാദി എന്ന് വെച്ചിട്ട് ഹോട്ടലിൽ കണ്ടു. കണ്ടപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി. റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി. ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്നും റൊട്ടിയും കുറച്ച് നോൺ വെജ് ഐറ്റംസും മേടിച്ച് കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നഗരത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക്
റൂമിലേക്ക് കാറിൽ തന്നെ മടങ്ങുകയാണ്. നാളെ വീണ്ടും പകൽ ഒന്നുകൂടി പുറത്തിറങ്ങുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ, പകലത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.